എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം പറയാണ്. ഞാനിപ്പോൾ ഒരു വീട്ടിൽ വരാനൊരു കാരണം ഇതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പള്ളിയിലെ ഡ്രസ്സ് ധരിച്ച ഒരു അച്ഛൻ എന്ന് പറയാം, അച്ഛനൊന്നല്ല അയാൾ, ആരോ ആണോ അയാൾ മത പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിദ്വേഷമായിട്ടുള്ള സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ്. ഞാനൊരു ക്രിസ്ത്യാനാണ്. എൻ്റെ ഭാര്യയും എനിക്ക് 3 മക്കളുണ്ട്. അവർ കാറ്റിസമൊക്കെ പഠിക്കാൻ പോണതാണ്. ഞാനത് നിർത്തിയാലോ എന്ന് ആലോചിക്കണേ. കാറ്റിസം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുപ്പത്തിലെ പഠിക്കേണ്ട. അവർ വളർന്ന് വലുതായിട്ട് അവർക്ക് താല്പര്യമുള്ള മതം അവർ തിരഞ്ഞെടുത്തോട്ടെ. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ മാതിരി വിഷവിത്തുക്കളെ എങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഓടിക്കാന്നാണ് നമ്മൾ നോക്കണ്ടേ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോക്ക്. ബാക്കി ഞാൻ ഇതിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവരെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ? നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ, അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ. ഒത്തിരി ഉന്നതമായ പ്രത്യാശ നമുക്കുള്ളൂ. സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും. അവരിറങ്ങി കാണാൻ വരുന്നൊന്നുമല്ല, നമ്മളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ. നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആർക്കും പാതാളത്തിൽ പോകണ്ട. ഞങ്ങളുടെ യാതൊരു താല്പര്യമില്ല. പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ്. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരുടെ ഓണവും പരിപാടിയൊക്കെ അവർക്കൊന്നും കൊടുത്തേക്കാം. നമുക്ക് വേണ്ട. നമുക്കുണ്ടല്ലോ ഇഷ്ടം പോലെ ആഘോഷങ്ങൾ. നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ? ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കുന്നില്ലേ? നമ്മൾ തകർപ്പണ ആഘോഷങ്ങളുള്ളവരല്ലേ. അപ്പൊ അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെ ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം. എനിക്ക് തോന്നുന്നു പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം. ഇനി മേലാല് ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ ഇതാണ് ഈ നാരി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ക്രിസ്ത്യാനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഓണവും വിഷുവും ക്രിസ്മസും ന്യൂ ഇയറും ഈസ്റ്ററും എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. എനിക്ക് ഹിന്ദുക്കളും മുസ്ലിംസും കൂട്ടുകാരുള്ളതാണ്. എൻ്റെ പള്ളി പെരുന്നാളിലും കാര്യങ്ങളൊക്കെ ഇവർ വരാറുണ്ട്. അവരുടെ ആനക്കുടത്തിനും അവരുടെ ഓണത്തിനും ഒക്കെ ഞാനും പോകാറുണ്ട്. ഇങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഇയാളിത് എന്താ പറയണേ? ഇയാളിത് ഏത് നാട്ടിൽ നടക്കണേ? പട്ടി നാറി തെറി പറയണത് നല്ല ആയിരമുണ്ട്. ഇയാളെ കിട്ടുകയാണെങ്കിൽ നല്ല പെടത്താല മണ്ട. അതെ, ഇത് ഇവിടെ നോക്കി അടിക്കണം, ഇത് ഇവിടെ നോക്കി, എന്നാലാണ് ഇയാളെ പഠിക്കുള്ളൂ. ഇത് ഏതാണ് ഈ നാറി? ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ജീവിച്ചേക്കണേ, എല്ലാവരുമായിട്ട് ഇടപഴകി വെച്ചേക്കണേ. അതിൻ്റെ ഇടയിൽ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇമ്മാതിരി നാലുകൾ എന്തിട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ തന്നെ പറയട്ടോ. ഓക്കെ, എനിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ.